ഏറ്റവും ബഹുമാനായ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ പ്രേംകുമാർ നമ്മുടെ ഈ മലയോര മേഖലയിൽ ഈ ഗ്രാമപ്രദേശത്ത് വന്ന് നമുക്ക് വേണ്ടി നല്ല സന്ദേശങ്ങൾ നൽകി നമ്മുടെ ഈ 50ാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ വെള്ളറ ഈ മലയോര പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങളുടെ നന്ദി തുടക്കത്തിലെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാറ് ഒരു അത്യാവശ്യമുണ്ട് പോകും, അതുകൊണ്ട് 3 അനുമോദനമുണ്ട്. അത് നിർവഹിക്കാൻ വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ, അദ്ദേഹത്തിന്റെ തിളക്കമുള്ള എത്ര സിനിമകൾ 150ഓളം സിനിമകളിലെ അഭിനയിച്ച് ഹാസ്യ സാമ്രാട്ടും ഗൗരവമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ ശ്രീ പ്രേംകുമാറിന് ഞാൻ ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്തതായി അനുമോദനമാണ്. നമുക്ക് 3 പേരെയാണ് ഈ വേദിയിൽ നിന്ന് അനുമോദിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരുടെ ഗുരുവന്ദനം നമ്മുടെ സ്വാഗതം പറഞ്ഞപ്പോൾ നടത്തി കഴിഞ്ഞു. അതുപോലെ SSLC +2 ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. SSLC +2 വന്നു നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ വെച്ച് എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യും പോലെ ചെയ്യും. ഇപ്പോൾ വൈകി റിസൾട്ട് വന്നതുകൊണ്ട് അത് നമുക്ക് ഇവിടെ ചാർട്ട് ചെയ്യാൻ പറ്റിയില്ല, 2 ദിവസമായുള്ളൂ വന്നിട്ടുള്ളൂ. ഇന്നിവിടെ ആദരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ശ്രീ കോവിലൂർ രാധാകൃഷ്ണൻ 10 പുസ്തകം പ്രസിദ്ധീകരിച്ചു. എനിക്ക് മറ്റ് സഹപാഠികൾ ആരെങ്കിലും പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലപ്പോൾ ആരെങ്കിലും നമുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും, ദയവായി ക്ഷമിക്കുക. നമ്മുടെ കോവിലൂർ രാധാകൃഷ്ണൻ നല്ല ജ്യോതിഷനും നല്ല അധ്യാപകൻ, കൂതാളി EVUPS അധ്യാപകനാണ്. പ്രിയപ്പെട്ട നമ്മുടെ കോവിലൂർ രാധാകൃഷ്ണൻ 10 പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 9ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോഴേ ആ പ്രസാദ കർമ്മത്തിലെ സൗഹൃദ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് തിരുവനന്തപുരം പ്രസ് ക്ലബിലെ സൗഹൃദ 1989 പ്രതിനിധിയായിട്ട് എന്നെയും കൂടെ ക്ഷണിച്ച് അത് ഈ ഗ്രൂപ്പിന്റെ ഒരു അറിയിപ്പായിട്ട് എനിക്ക് അതിന് സന്തോഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുപോലെ കോവിലൂർ രാധാകൃഷ്ണൻ എഴുത്തുകാരനെ ഏറെ സ്നേഹത്തോടെ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദരവ് നൽകാൻ വേണ്ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ ശ്രീ പ്രേംകുമാറിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കോവിലൂർ രാധാകൃഷ്ണൻ, അഭിനന്ദനങ്ങൾ കോവിലൂർ രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ ബഹുമാനിയായ ഡോക്ടർ ജസ്ന ജി പ്രവീൺ, ഡോക്ടർ ഓഫ് ഫാർമസി, നമ്മുടെ ഗ്രൂപ്പിലെ പ്രവീണിന്റെ മകളാണ്. ഏറെ സ്നേഹത്തോടെ അഭിനന്ദനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജസ്ന ജി പ്രവീൺ, ഡോക്ടർ ഓഫ് ഫാർമസി. അടുത്തതായി നമുക്ക് അനുമോദനം നമ്മുടെ പ്രിയപ്പെട്ട റോബർട്ട്, പ്രിയപ്പെട്ട സഹപാഠി റോബർട്ടിന്റെ മകൾ അക്ഷയ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? അക്ഷയ എത്തിച്ചേർന്നിട്ടുണ്ട്. അക്ഷയ വേൾഡ് റെക്കോർഡ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠി റോബർട്ടിന്റെ മകളാണ്. നമ്മൾ പലപ്പോഴും വേസ്റ്റായി കളയുന്ന കുപ്പി, ആ കുപ്പിയിൽ തന്റെ കഴിവ് പ്രകടിപ്പിച്ച് വിവിധ രീതിയിലുള്ള ആർട്ട് വർക്ക് ചെയ്ത് വേൾഡ് റെക്കോർഡ് നേടിയ പ്രിയപ്പെട്ട സഹപാഠി റോബർട്ടിന്റെ മകൾ അക്ഷയെ ഏറെ സ്നേഹത്തോടു കൂടി അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഗ്രൂപ്പിന്റെ കൺവീനറായ നമ്മുടെ പ്രിയ സഹപാഠി മോഹനചന്ദ്രന്റെ ഈ വേദിയിലേക്ക് നമ്മളുടെ ഇന്നത്തെ ഈ 50ാം പിറന്നാൾ ആഘോഷ കമ്മിറ്റിയുടെ അധ്യക്ഷൻ, അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികൾ, സ്നേഹബഹുമാനമുള്ള സഹപാഠികൾ, കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും പ്രിയ നമസ്കാരം. സൗഹൃദം 1980, 89, 2023 മുതൽ 2024 വരെയുള്ള പ്രവർത്തന റിപ്പോർട്ട്. സാഹോദര്യം നിറഞ്ഞു നിൽക്കുന്ന വെള്ളറ ഗ്രാമത്തിന്റെ വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന VPM-HSSന് 74 വയസ്സ്. ഭാവി തലമുറയുടെ ജീവിതം ഭദ്രമാക്കുവാൻ നിരവധി പ്രവർത്തനങ്ങളിലൂടെ പ്രചോദനം നൽകിയ വിദ്യാലയം. നമ്മുടെ ഓരോ ഹൃദയത്തിലും തുടിക്കുന്ന നന്മയുടെയും ശാന്തിയുടെയും ഉറവിടമാണ് VPM-HSS. അധ്യാപന നിലവാരത്തോടൊപ്പം ചിട്ടയായ അച്ചടക്കവും സാംസ്കാരിക നിലവാരവും ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യമുള്ള ഈ സ്കൂളിൽ പഠിക്കുവാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം. ജാതിമത ചിന്തകൾക്കപ്പുറം ജീവിതയാത്രയിൽ ഒന്നായി നിന്ന് മണ്ണിൽ കൃഷി ചെയ്ത പൊൻവിളയിച്ച
നമ്മുടെ രക്ഷകർത്താക്കളുടെ പ്രതീക്ഷകളായ നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി മറക്കാനാകാത്ത ഓർമ്മകൾ നൽകിയ ഗുരുനാഥന്മാർക്ക് വന്ദനം. പ്രിയമുള്ള എൻ്റെ സഹപാഠി യോഗത്തിന്റെ അധ്യക്ഷനായ ശ്രീ GK സിന്ധു, ഈ കുടുംബ സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഗുരുനാഥന്മാരെ, സ്നേഹമുള്ള സഹോദര കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സഹപാഠി സരിതയുടെ അച്ഛന്റെ അകാല വേർപാടിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന ബിജുമോൻ, സരിത, മാധവൻ, ഷിജുബി നായർ എന്നിവരുടെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ് ഈ BPM പ്രൊസസ്സിലെ 1989 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഏകോപിപ്പിച്ച് 24/3/2019 അവർ രൂപീകരിച്ച ഈ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആവേശകരമായ സ്വീകരണങ്ങളാണ് നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷികൾക്ക് കൂട്, ചിലന്തികൾക്ക് ബല എന്ന പോലെ സഹപാഠികളുടെ ആശ്രയമായ സൗഹൃദം 8/2/2023 1989 ബാച്ചിന്റെ ആദ്യ ജനറൽ ബോഡി BPM ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടുകയുണ്ടായി. ഈ ജനറൽ ബോഡിയിൽ വെച്ച് DK ദിനൽ ചെയർമാനായും R വിജി വൈസ് ചെയർപേഴ്സണായും ബിജുമോൻ കൺവീനറായും ആശാ BS ജോയിന്റ് കൺവീനറായും B സന്തോഷ് ഖജാൻജിയായും M ശോഭാകുമാരി രക്ഷാധികാരിയായും അശ്വതി AC, സിനി S, GK സിന്ധു, ഷിജുബി നായർ, മോഹനചന്ദ്രൻ, ഗോവല്ലൂർ രാധാകൃഷ്ണൻ, സുരേഷ് J, സെൽവരാജ് C, ശിവകുമാർ എന്നിവർ കമ്മിറ്റി അംഗങ്ങളുമായി ഒരു കമ്മിറ്റി നിലവിൽ വന്നു. ഈ കൂട്ടായ്മയ്ക്ക് സൗഹൃദം 1989 എന്ന് പേരുമാണ്. സൗഹൃദം 1989 നേതൃത്വത്തിൽ എല്ലാ ദിവസവും വാട്സാപ്പിലൂടെ സന്ദേശങ്ങൾ കൈമാറുകയും സഹപാഠികളുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാവരും പരസ്പരം ഇടപെട്ട് ഇതിലൂടെ പ്രതീക്ഷയുടെയും ആഹ്ലാദത്തിന്റെയും തിളക്കം രൂപപ്പെട്ടു. തങ്ങളുടെ കൂടപ്പിറപ്പുകളെ പോലെ സ്നേഹിച്ച കൂട്ടുകാരെയും മാതാപിതാക്കളെയും പോലെ നമ്മെ സംരക്ഷിച്ച അധ്യാപകരെയും അന്വേഷിക്കുവാൻ തുടങ്ങി. സഹപാഠികളുടെ കണ്ണീർ കുറയ്ക്കുവാനായി സൗഹൃദം 1989 നേതൃത്വത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നമ്മുടെ പ്രവാസികളായ സഹപാഠികളാണ് സൗഹൃദം 89ന്റെ നട്ടൽ. അവരുടെ സ്നേഹവും സഹകരണവുമാണ് ഈ കൂട്ടായ്മ ഇത്രയും ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള കാരണം. അവശത അനുഭവിക്കുന്ന നമ്മുടെ സഹപാഠികൾ സാമ്പത്തിക സഹായം, ചികിത്സാ സഹായം, കുട്ടികൾക്ക് പഠന ധനസഹായം, ഭക്ഷ്യക്കിറ്റ് വിതരണം, വീട് മെയിൻ്റനൻസ് എന്നിവ ഇക്കാലയളവിൽ ചെയ്യാൻ സാധിച്ചു. 2023 ധനസഹായം 22/4/2023 സഹപാഠി ആമോസിന് ചികിത്സാ സഹായം 20,000 രൂപയും 30/7/2023 സഹപാഠി അൻസ്വരകാല ഷൈന് ചികിത്സാ സഹായമായി 5,000 രൂപയും നൽകി. 14/5/2023 സഹപാഠി ഉഷാകുമാരിയുടെ വീട് പ്ലാസ്റ്ററിംഗ് ധനസഹായം 23,550 രൂപ നൽകി. മുൻ വർഷത്തെ പോലെ തന്നെ 2023 ഓണാഘോഷം 10/9/2023 വെള്ളാന JM ഹാളിൽ വെച്ച് വിപുലമായി തന്നെ ആഘോഷിച്ചു. പൂക്കളവും ഓണസദ്യയും സഹപാഠികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങളുടെയും വലിയ പങ്കാളിത്തം തന്നെ ഇതിലുണ്ടായി. ഏകദേശം 170 പേർ പങ്കെടുക്കുകയും ചെയ്തു. 2023 ഒരു സന്തോഷ വാർത്ത നമ്മുടെ സഹപാഠികളായ ഷൈൻ, ഗിരിജ വിവാഹമാണ്. അവർക്ക് മംഗളാശംസകൾ. 17/12/2023 സഹപാഠി ഉഷയുടെ വീട് ഗൃഹപ്രവേശനം നടന്നു. നമ്മുടെ കൂടി ധനസഹായത്താൽ പൂർത്തിയാക്കിയതിനാൽ അതിയായ സന്തോഷവുമുണ്ട്. ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുകയും ചെയ്തു. 3/12/2023 ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം വളരെ വിപുലമായി തന്നെ നടത്തി. നമ്മുടെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഓപ്പൺ എയറിൽ വെച്ച് നടത്തുവാൻ സാധിച്ചത്. അതും പ്രകൃതി മനോഹരമായ വെള്ളറ പഞ്ചായത്തിലെ പ്ലാങ്കുടിക്കാവ് ഇക്കോ ടൂറിസം സെന്ററിൽ വെച്ച് അത് നല്ലൊരു അനുഭവമായിരുന്നു. 10/8/2023 സഹപാഠികളും കുടുംബാംഗങ്ങളും കൂടി ഒരു ഏകദിന ടൂർ പ്രോഗ്രാം നടത്തി കന്യാകുമാരി ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കുകയുണ്ടായി. 20/8/2023 സഹപാഠികളായ ഇസഹാഖ്, ഷീജത്ത് ദമ്പതികളുടെ മകന്റെ വിവാഹം. 17/1/2024 സഹപാഠി അരിവാട്ടുള്ള ഗീതയുടെ മകന്റെ വിവാഹം. 3/3/2024 സഹപാഠി ഷീവ സക്കീറിന്റെ മകളുടെ വിവാഹവും നടന്നു. ഈ വിവാഹങ്ങൾക്ക് സഹപാഠികൾ പങ്കെടുക്കുകയും ഗിഫ്റ്റും സൗഹൃദ 89ന്റെ മെമ്മോന്റെയും നൽകുകയും ചെയ്തു. എല്ലാ വർഷവും സ്കൂൾ തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും മികച്ച വിജയം നേടുന്ന സഹപാഠികളുടെ മക്കൾക്ക് അനുമോദനവും പ്രോത്സാഹനവും നൽകി വരുന്നു. കൂടാതെ അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ നമ്മുടെ പ്രിയ അധ്യാപകരെ ആദരിക്കലും ഗുരുവന്ദനവും നടന്നു വരുന്നു. ഭാവി പരിപാടികൾ സൗഹൃദം 89 ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്യുവാനും വെള്ളാട്ടേരി സൗഹൃദം 89 വേണ്ടി ഒരു ഓഫീസ് തുറക്കുന്നതിനുള്ള പ്രവർത്തനം നടന്നു വരുന്നു. തന്നെ ഒരു സുവനീർ ഇറക്കുവാനും തീരുമാനമുണ്ട്. ജീവിത സാഹചര്യത്തിൽ ഒത്തുകൂടുവാനും സൗഹൃദം പങ്കുവയ്ക്കുവാനും ഒരു തണൽ സൗഹൃദ 89ന്റെ സ്നേഹത്തണൽ ഒരുക്കുവാനും പദ്ധതിയുണ്ട്.
നിലവിലെ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും: GK സിന്ധു ചെയർപേഴ്സൺ, വി മോഹനചന്ദ്രൻ കൺവീനർ, സിനി എസ് വൈസ് ചെയർപേഴ്സൺ, സഹറിയ ഡി ജോയിന്റ് കൺവീനർ, ബിജു ഇ ട്രഷറർ, എൻ സെൽവരാജ് രക്ഷാധികാരി. കമ്മിറ്റി അംഗങ്ങൾ: തങ്കമണി CS, സിനി PR, അനിൽകുമാർ GM, സരിത AD, ഷിബു KS, ഷീബ ജയൻ, വിഴിഞ്ഞ സ്റ്റാൻലി, സുരേഷ് കോവില്ലൂർ, അഗസ്റ്റിൻ സലിൻ, സെൽവരാജ് C, ശ്രീകണ്ഠൻ T, ഉഷാകുമാരി, ഷിജു ബി നായർ, വി സന്തോഷ്. 2019 മുതൽ സൗഹൃദം 1989 ആകെ വരവ് 8,30,080 രൂപയും ആകെ ചെലവ് 7,20,380 രൂപയും 83 രൂപയും നീക്കിയിരിപ്പായിട്ടുള്ള 82,697 രൂപയുമാകുന്നു. പ്രിയമുള്ളവരെ, ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പരിമളം പരത്തുന്ന ഒരു ഇളം കാറ്റായി സൗഹൃദം 1989 മാറണം. ഒട്ടേറെ ഹൃദയസ്പർശികളായ അനുഭവങ്ങളും ഓർമ്മകളും നമുക്ക് പങ്കുവയ്ക്കേണ്ടതുണ്ട്. ഈ ക്ലാസ് മുറിയിലെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരിൽ നിന്നും 1989 സ്കൂളിൽ പടിയിറങ്ങുമ്പോൾ നമ്മൾ പറയുവാൻ മാറ്റിവെച്ച കാര്യങ്ങൾ ഇന്ന് നമുക്ക് പറയാം. ചിന്തിയ ബുക്കുകളുടെയും കടിച്ചു മുറിച്ച പെൻസിലുകളുടെയും ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഇനിയും നമ്മുടെ ഈ ഗ്രൂപ്പ് കൂടുതൽ ശോഭയോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ റിപ്പോർട്ട് ഞാനിവിടെ നിങ്ങളുടെ അനുവാദത്തോടെ അധ്യക്ഷകരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ കൺവീനർ ഡി മോഹനചന്ദ്രൻ. ഈ സൗഹൃദത്തിന്റെ, ഈ കൂട്ടായ്മയുടെ ഈ വിപുലമായ ഈ പരിപാടി തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സഹപാഠികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. ഞാൻ നേരത്തെ സംസാരിച്ചതാണ്, കൂടുതലൊന്നും നല്ലതായിട്ട് പറയാനില്ല. ഒറ്റ കാര്യമാണ്, നമ്മൾ വലിയ വേളയാണ്. ഈ യുഗം എന്ന് പറയുന്നത് കലിയുഗമാണ്. നൂറ്റാണ്ട് 21. കലിയുഗത്തിലെ കരണീയമായ കാര്യം എന്ന് പറയുന്നത് ഈശ്വര സേവയാണ്. ഈശ്വര സേവ, മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവയാണ്. ഞാനത് പറയാൻ കാരണം, ഈ 89 സൗഹൃദം ചാരിറ്റിയിലേക്ക് മാറാൻ പോകുന്നു എന്നൊരു ശുഭവാർത്ത വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ കേട്ടത്. ചാരിറ്റി പ്രവർത്തനം ഇന്നത്തെ നൂറ്റാണ്ടിൽ വളരെ കരണീയമായിട്ടുള്ളതാണ്. ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയില്ല, കാരണം ഈശ്വരൻ അരൂപിയാണ്. ആ അരൂപിയായ ഈശ്വരന്റെ രൂപങ്ങൾ നമ്മൾ കാണുന്നത് അവരവരുടെ അച്ഛനമ്മമാരിലൂടെ തൻ്റെ സഹായം കാക്ഷിക്കുന്ന ജനങ്ങളിലൂടെയാണ്. മനസ്സുകൊണ്ടും മിഴികൊണ്ടും നാവുകൊണ്ടും കൈകൊണ്ടും വിചാരത്തിലൂടെയും കാഴ്ചയിലൂടെയും പ്രവൃത്തിയിലൂടെയും വാക്കുകളിലൂടെയും ദീനനെ പരിരക്ഷിക്കാൻ കഴിയും. അങ്ങനെ ഈ നൂറ്റാണ്ട് എല്ലാ വിധത്തിലും മറ്റുള്ളവരെ സഹായിക്കുക എന്ന കർമ്മമാണ് കരണീയമായിട്ടുള്ളത്. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു: സ്നേഹിക്കണം. നമ്മെ മറന്നു സാക്ഷാൽ ദൈവത്തോർത്തത്ഭുതം ഈ പ്രപഞ്ചം. സ്നേഹിക്കണം. നമ്മെ മറന്ന് സാക്ഷാൽ ദൈവത്തോർത്തത്ഭുതം ഈ പ്രപഞ്ചം. ദയാദ്രമം നമ്മുടെ ദൃഷ്ടിഗംഗ താഴോട്ട് താഴോട്ടൊഴുകട്ടെ മേന്മേൽ. ദയുണ്ട് ആർദ്ര അരിയുള്ളതായി തീർന്ന് അഹങ്കാരം പിടിഞ്ഞ് ആർദ്രീഭവിപ്പിച്ച് നമ്മുടെ കണ്ണ് മുകളിൽ നിന്ന് താഴേക്ക് എപ്പോഴും, എൻ്റെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ജീവിച്ചിട്ടില്ല, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത എപ്പോഴും ഇടിയവനിലേക്ക് പോകണം എന്നാണ്. എനിക്കെന്തില്ല എന്നുള്ളതല്ല, എനിക്കെന്തുണ്ട് ഒപ്പം
ലോകം മറ്റുള്ളവർക്ക് എന്തില്ല എന്നതിലേക്കായിരിക്കണം നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞിട്ടുള്ള എത്രയോ ദിവസങ്ങൾ കാലികമായി സന്ദർഭം വരുമ്പോൾ എൻ്റെ കുട്ടികളോട് ഞാനിത് ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ആയതിനാൽ അടുത്തു നിൽപ്പോൾ അഞ്ചിനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് നമ്മുടെ സഹായം ആവശ്യപ്പെട്ട് നമ്മുടെ അടുത്ത് ദീനതയോടുകൂടി നിൽക്കുന്ന ഒരാളിനെ സ്നേഹാർദ്രമായി ഒന്ന് കടാക്ഷിക്കാൻ സമയമില്ലാത്ത നമുക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായ രൂപമില്ലാത്ത ഈശ്വരനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് അത്ഭുതം എന്ന് ചോദിച്ച മഹാകവി ഈ ശങ്കരക്കുറുപ്പിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഈ വേദി എനിക്ക് സംഭാവന ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടൊപ്പം ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ഇതിന്റെ പിന്നിൽ അധ്വാനിച്ച നിങ്ങളുടെ വിയർപ്പ് തുള്ളികളുടെ ഗന്ധമെല്ലാം ഞാൻ സംശയിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടെ പ്രശംസിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടകൻ അത്യാവശ്യമായോട് ഇരിക്കുകയാണ്. സാറേ വളരെ നന്ദി. അടുത്തതായി നമ്മുടെ അധ്യാപകരെ, പ്രിയപ്പെട്ട അധ്യാപകരെ പ്രതിനിധീകരിച്ച് ഇവിടുത്തെ ഈ യോഗത്തിന് മറുപടി പ്രസംഗം എന്ന രീതിയിൽ സംസാരിക്കുവാൻ കഴിയുന്ന അധ്യാപകര് വന്ന് നമുക്ക് വേണ്ട ആശംസകൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കണം. ആരെയും പേരെടുത്ത് പറയുന്നില്ല. പ്രിയപ്പെട്ട അധ്യാപകരെ, നല്ല രീതിയിൽ നിങ്ങളാണ് ആഘോഷിക്കുന്നത്. ചിലർ ആഘോഷിക്കാറില്ല. എന്നാൽ ഈ നിങ്ങളുടെ 50-ാം വാർഷികത്തിൽ നിങ്ങളുടെ അധ്യാപകരെ കൂടി ക്ഷണിച്ച് നിങ്ങളുടെ നല്ല മനസ്സിന് അതിന് താല്പര്യം കളിച്ച എല്ലാവർക്കും എൻ്റെ നിങ്ങളുടെ ഭാവി വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 30 വയസ്സ് കഴിഞ്ഞാൽ വയസ്സ് പുറത്തു പറയാൻ ഇഷ്ടപ്പെടാത്ത ഈ സമൂഹത്തിൽ ഞങ്ങൾക്ക് 50 കഴിഞ്ഞേ പിടിച്ചോർക്കുന്ന എൻ്റെ പ്രിയ മക്കളെ നിങ്ങൾക്ക് സ്വാഗതം. വയസ്സ് ഒരു പ്രശ്നമല്ല എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. എല്ലാവരും വയസ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കാൻ. എൻ്റെ ഞാൻ ഇതിനു മുമ്പ് പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ 4 കുട്ടികൾ എന്നെ കാണാൻ വന്നിരുന്നു. അവിടെ 79 വയസ്സാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് 60 വയസ്സായി ടീച്ചറെ, ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നാണ്. അപ്പോൾ അവർക്കും വയസ്സ് പറയാൻ കഴിയില്ല. ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നിങ്ങൾ അധ്യാപകരെ കൂടെ ഉൾപ്പെടുത്തി നിങ്ങളുടെ വയസ്സ് വെളിപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഈ അധ്യാപകരെ കൂടെ ഉൾപ്പെടുത്തിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നല്ലപോലെ ഓർക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ചിലര് വീട്ടിൽ കിടക്കുന്ന മാതാപിതാക്കളെ ഓർക്കാറില്ല. സാറിന്റെ വലിയ പറഞ്ഞു, അടുത്ത് നിൽപ്പോൾ അഞ്ചിനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപരീശ്വരൻ അദൃശ്യനായാൽ എന്ത് അതിലെന്താ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അടുത്ത് നിൽക്കുന്നവരെയാണ് ആദ്യം അറിയേണ്ടത്. മാതാ പിതാ, അത് കഴിഞ്ഞിട്ടാണ് ഗുരു. അപ്പോ മാതാവിനെയും പിതാവിനെയും ആദരിച്ച് പിന്നെ ഗുരുവിനെയും ആദരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല തരത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യം ഒരു നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഇവിടെ ഇരിക്കുന്ന 89 SSLC ബാച്ചിനെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. കാരണം 88 മധ്യത്തിലാണ് ഞാൻ ഈ സ്കൂളിൽ എത്തിച്ചേരുന്നത്. നിങ്ങളാണെങ്കിൽ ഇവിടുന്ന് പടിയിറങ്ങാൻ വെമ്പി നിൽക്കുന്നവരായിരുന്നു. പലപ്പോഴും ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ടാകും, പക്ഷെ പഠിപ്പിക്കാനായി ഞാൻ ആരുടെ അടുത്തും ഒരു ക്ലാസ്സിലും എത്തിയിട്ടില്ല. എങ്കിലും എന്നെയും കൂടെ ഓർമ്മിച്ച് എന്നെ ക്ഷണിച്ചതിന് ആദ്യത്തെ നന്ദി. ഞാൻ നിങ്ങളുടെ ഇവിടെ റിപ്പോർട്ട് വായിച്ചപ്പോ അത് സശ്രദ്ധം ശ്രമിക്കുകയായിരുന്നു. സശ്രദ്ധം കേട്ടുകൊണ്ടിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു 4 വരി കവിതയാണ് ഓർമ്മ വന്നത്. ഇവിടെ ഉണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു പൂവൽ മാത്രം മതി.
ഇവിടെ ഉണ്ടായിരുന്നു എന്നതിനായി ഒരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഇനിയും ഉണ്ടാവും എന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായെങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. പ്രകൃതിയിലെ ചെറു ജീവജാലങ്ങൾ പോലും അവരുടെ ചെറു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് ഓരോ നിമിഷവും വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ റിപ്പോർട്ടിലൂടെ ഞാൻ കേട്ടതും അത് തന്നെയാണ്. നിങ്ങൾ ഇവിടെ ഉണ്ട് എന്നതിന്റെ സാക്ഷ്യമാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് ഈ പ്രവർത്തനങ്ങൾ. ഇനിയും ഉണ്ടാകും എന്നതിന്റെ കരുതലാണ് നിങ്ങളുടെ ഈ ഓരോ കാരുണ്യ പ്രവർത്തനങ്ങൾ. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. പണ്ട് മഹാത്മാഗാന്ധിയോട് ഒരു ചെറുബാലൻ ചോദിച്ചു, എന്താണ് മഹാത്മാവേ ജനാധിപത്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സോഷ്യൽ സ്റ്റഡീസില്, എന്താണ് ജനാധിപത്യം എന്ന് അല്ലെ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമേ, അത് വിശദീകരിക്കുന്നതിന്. പക്ഷെ മഹാത്മാവ് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഓടി മുന്നേറുമ്പോൾ, ഓട്ട മത്സരത്തിൽ ഒരാൾ ഓടി മുന്നേറുമ്പോൾ തന്റെ പുറകെ ഒരു പരാജിതനുണ്ട് അല്ലെ? ആ പരാജിതൻ ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് 1ാം സമ്മാനം കിട്ടി മുമ്പേ കയറാൻ പറ്റുന്നത്. അപ്പോ ആ പരാജയപ്പെട്ടവരെ കൂടെ തന്റെ തോളോടൊപ്പം ചേർത്ത് നിർത്തുക, അതാണ് യഥാർത്ഥ ജനാധിപത്യം. ജനാധിപത്യത്തെ കുറിച്ച് മറ്റൊരു നിർവചനം ഇതിലേറെ ഇനി പറയാനില്ല. ചാരി നിൽക്കാൻ ചുമരില്ലാത്തവന് ഒരു ചുമരാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ നന്മ. അതിനെയും തുടർന്നു പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ, ബഹുദൂരം സഞ്ചരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ, ആർജവത്തോടും ഊർജ്ജസ്വലതയോടും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മക്കൾ എത്ര വയസ്സായാലും അമ്മമാർക്ക് അവർ എന്നും ചെറിയ കുട്ടികളാണ്. 50 വയസ്സ് ആഘോഷിക്കുന്ന നിങ്ങൾക്ക് ശിഷ്ടജീവിതം ആരോഗ്യ സമ്പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളുടെ ഓരോ പുനഃസമാഗമവും ഞങ്ങളുടെയും കൂടെ ഓരോ പുനഃസമാഗമവുമാണ്. എന്റെ കൂടെ അവരുടെ കൂടെ ഞാൻ ജോലി ചെയ്തിരുന്നു. എന്റെ സീനിയറായ അധ്യാപകർ, അവരെയൊക്കെ എനിക്ക് ഒരിക്കൽ കൂടെ കാണാനുള്ള ഈ അവസരം ഉണ്ടാക്കി തന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട്, ഇവിടെ ക്ഷണിച്ചതിന് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. നിങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു. എല്ലാവരും അച്ഛനും അപ്പൂപ്പൻ്റെ കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും പറയാനില്ല. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിത ഓട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് തളരാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് നിങ്ങളോടൊക്കെ കേട്ടാൽ കഴിയാത്ത സ്നേഹവും നന്ദിയും കടപ്പാടുമുണ്ട്. അതിനു മുമ്പ് ഈ സ്ഥാപനത്തിന്റെ സ്ഥാപക മാനേജരായ യുഗപ്രധാനായ ആ മഹാത്മാവിന്റെ പാദസ്പർശയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹം ഇതേപോലെ ഒരു വിദ്യാലയം നിർമ്മിച്ചത് കൊണ്ടാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും നിങ്ങളുമൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലേ? അതല്ലേ ശരി. ഒരു കാലത്ത് വെറും കുഗ്രാമമായിരുന്ന ഈ വെള്ളറുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ മാന്യമായ ഒരു സ്ഥാനം നേടിക്കൊടുത്തത് ആ മഹാത്മാവാണ്. ആ നിർമ്മാണങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 1970 ഞാനിവിടെ വന്നു. 99 ഞാൻ ഇറങ്ങിപ്പോയി. അതിനുശേഷവും ഇറങ്ങിപ്പോയപ്പോൾ എനിക്ക് വലിയ വിഷമം. നിങ്ങളെയൊക്കെ കാണാൻ പോകുന്നതിനാവും നിങ്ങളെ പോലുള്ള മുതലെ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു എനിക്ക് സുഖം. എനിക്ക് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉള്ള ചില കടപ്പാടുകളുള്ള ഒരു കുട്ടി, കസ്തൂരി എന്ന പേരായ ഒരു കുട്ടിയുടെ കൊച്ചായ പോലെ എനിക്ക് തോന്നി. ഞാൻ പല പ്രാവശ്യം ആ കുട്ടിയെ നോക്കി, ഇപ്പൊ കണ്ടില്ല. കസ്തൂരി
അതിനായി സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. പിന്നെ ഈ വയസ്സുകാലത്ത് തന്നെ കിടന്നുപോയവരെ പണിത്തള്ളി വിടുന്ന ഒരു യുഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഈ പാവപ്പെട്ട വയസ്സായവരെ കാണാൻ നിങ്ങൾക്ക് ഒരാഗ്രഹം തോന്നിയത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെയൊക്കെ കണ്ടതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കണ്ണിന് നല്ല കാഴ്ചയില്ലായെങ്കിലും ഞാൻ എല്ലാവരും എൻ്റെ കുട്ടികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലാക്കണം. എല്ലാവർക്കും ശിഷ്ടകാലം നല്ല സന്തോഷകരമായ സുഖകരമായ അനുഭവങ്ങൾ മാത്രം ഈശ്വരൻ തെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പതാം വാർഷികത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി കേൾക്കുന്ന സിന്ധു, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന നമ്മുടെ കേരള എല്ലാം അറിയപ്പെടുന്ന നമ്മുടെ സിനിമാ നടനുള്ള പ്രേമകുമാർ, അതേപോലെ തന്നെ നമ്മുടെ സ്വാഗതമായി കഴിയുന്ന നമ്മുടെ ഗ്രൂപ്പിൻ്റെ നമ്മൾ നട്ടലെന്ന് പറയുന്നത് വിശേഷിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സന്തോഷ്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഗൃഹങ്ങളിൽ ആശംസ പ്രസംഗം അർപ്പിച്ചുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി ചെന്നിട്ടുണ്ട്. നമ്മൾ വിളിച്ചു വരുത്തിയ നമ്മുടെ അമ്മയ്ക്കും അച്ഛനും തുല്യമായി നമ്മളെ വേദിയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകർ, അതേപോലെ തന്നെ നമ്മുടെ കൺവീനർ മോഹനേന്ദ്രൻ, രക്ഷാധികാരി സെൽവരാജ്, നമ്മുടെ ഡെക്കറേഷൻ കമ്മിറ്റിയുടെ കൺവീനറായിട്ടുള്ള ഷിബു, പ്രിയപ്പെട്ട തങ്കമണി, ചെയർ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഗോകുലു, നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ എല്ലാം നമ്മുടെ ചില പോരായ്മകളൊക്കെ നമ്മൾ നേരെയാക്കി കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ നാഥനായി നമ്മൾ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യ അതിഥിയായിരിക്കുന്ന നമ്മുടെ ശാന്തചേട്ടൻ, അതേപോലെ നമ്മുടെ ജയൻചേട്ടനൊക്കെ നമ്മളെ കാരണപ്പാടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത്രയും നന്നായിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്ന പ്രിയപ്പെട്ട, അതേപോലെ നമ്മുടെ ട്രഷറായിട്ടുള്ള ഈ ബിജു, മറ്റു പ്രിയപ്പെട്ട കുട്ടികൾ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കണ്ടക്ടർ അങ്ങനെയടക്കമുള്ള ഒരു സ്റ്റാൻഡ് 10 മിനിറ്റ് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കണമെന്നാണ് നിർദ്ദേശം. അപ്പൊ 10 മിനിറ്റ് ഓടിച്ചിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. നമ്മുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ച് നമ്മുടെ റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ഭാവി പരിപാടിയെ കുറിച്ച് നമ്മുടെ ഇന്നത്തെ നമ്മുടെ പങ്കെടുത്ത ചെയർമാൻ സന്തോഷ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മുടെ പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ സന്തോഷം പറഞ്ഞതുപോലെ നമ്മുടെ അടുത്ത ആഡംബര പരിപാടികളെല്ലാം മതിയാക്കി നമ്മുടെ സ്വന്തമായി എവിടെയെങ്കിലും 5 സെന്റ് വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെ നമുക്ക് ചെറിയൊരു ഷെഡാക്കിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കഴിവിടത്ത് നമുക്ക് അവിടെ കാര്യങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിയണം. ആ രീതിയിൽ നമുക്ക് കമ്മിറ്റിക്ക് പോകാൻ ഒരാൾക്ക് സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ധാരണയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പൊ അതിന് നമുക്ക് കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ഗ്രൂപ്പിന്റെ മഹത്വം മനസ്സിലാക്കാതെ മാറി നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അടുത്ത് വരണം. ഇപ്പൊ തന്നെ നമ്മൾ 10-25ഓളം പുതിയ സഹപാഠികൾ വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ വർഷം കഴിയുന്നതോറും നന്നായിട്ട് മാറ്റത്തിലാണ് നമ്മൾ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ അധ്യാപകരെ ക്ഷണിക്കാൻ പറ്റുന്നത് നമുക്ക് പല അനുഭവങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ആ ഒരു സ്നേഹവും നമ്മുടെ അമ്മയെ ഇപ്പൊ തന്നെ നമ്മളില്ലാതെ നിലനിൽക്കുമ്പോൾ നമുക്കൊക്കെ നല്ലൊരു അഹങ്കാരമാണ്. നമ്മുടെ അച്ഛനും അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ കുട്ടികൾ വന്ന് നമ്മുടെ മുമ്പ് ഇരുന്ന ആ വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു അഹങ്കാരം, ഞങ്ങളൊരു അഹങ്കാരം നമ്മൾ അത്രയും അഹങ്കാരപ്പെടെ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് നിൽക്കുവാനും നമ്മുടെ അമ്മയെ വെച്ചിട്ടുള്ള അവരുടെ മുമ്പ് നമ്മൾ പ്രസംഗിക്കാൻ നമുക്ക് അവസരം കിട്ടുക. ഇതിന് വേണ്ടിയൊരു സന്തോഷവും വേറൊരു കാര്യവും വേറെയില്ല. അത് എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളിതിനകത്ത് സംഘടനകളായിട്ട് വന്നിട്ടുള്ള ആളുകൾ എന്നും നമ്മളായിരിക്കും സംഘടന. അത് നിങ്ങളെ പോലുള്ള ആളുകൾ ഇതിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തണം, നിങ്ങൾ മുന്നോട്ട് വരണം. അപ്പൊ നമ്മുടെ സംഘടനയായി മാറണം. അപ്പൊ എല്ലാവരും സംഘടന ഇതിനകത്ത് നമ്മളിപ്പം എണ്ണപ്പെട്ട 20 പേര് 15 പേരെന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ചില ആളുകളെ മനസ്സിലാക്കുന്ന ഒന്നും കാണുന്നത് നിങ്ങളെല്ലാവരുടെയും സഹകരണവും നിങ്ങളെല്ലാവരും പ്രവർത്തനമാണ് നമ്മൾ ഇന്ന് വലിയ വേദി ഉണ്ടാക്കാൻ കഴിയുന്നത്. ആ നിങ്ങൾ തന്ന ഇതിനകത്ത് നമുക്ക് നമ്മളുടെ കമ്മിറ്റികളല്ല വളരെ വ്യക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വീകരണ കമ്മിറ്റി ആയാലും ശരി, ഫുഡ് കമ്മിറ്റി ആയാലും ശരി, ഇതിന്റെ ധനകാര്യ കമ്മിറ്റി ആയാലും ശരി, അങ്ങനെ എല്ലാ കമ്മിറ്റികളും വളരെ നന്നായി പ്രവർത്തിച്ചിട്ട് നമ്മുടെ ഈ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞത് നമ്മുടെ കൂട്ടുകാരെ കഴിഞ്ഞ വർഷത്തെ
തങ്കമണി ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, മറ്റുള്ളവരായിക്കോട്ടെ, നിർദ്ദേശങ്ങൾ ഗ്രഹിക്കുവാൻ, കണ്ടെത്തുവാൻ, ഇതിനൊക്കെ ഞാൻ വിചാരിച്ചുള്ളത് നമ്മുടെ ശ്യാമ ബിന്ദു ഇതിനൊക്കെ പറഞ്ഞ കരുണ, ഇവരൊക്കെ എല്ലാവരും രംഗത്തുണ്ട്. സിനി, അതിനുള്ള സിനി എടുത്തു പറയാൻ പാടില്ല, എല്ലാവരും ഇതിനകത്ത് മുഴുവൻ ആളുകളുടെ പ്രവർത്തനം തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചെയർപേഴ്സന്റെ സുഖമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല ആക്റ്റീവാണ്, നമുക്കറിയാമല്ലോ. എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലെടുത്തപ്പോൾ ചങ്കുകളുടെ കാര്യം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാണ് ഉണ്ടായത്. ഇതിൽ അസുഖങ്ങളുടെ കാരണമൊക്കെ അവർക്ക് ചില കുറവുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കുറവുകളെല്ലാം നടത്തിയിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ചില കുറവുകൾ ഇപ്പം തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പില്ലാത്തത് മനസ്സിലാക്കാൻ സന്തോഷിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ ഇന്ന് അവസാനമായപ്പോൾ എനിക്ക് പേടി സമയമാണ്. ഞാൻ സാധാരണ പെട്ടെന്ന് പാതാളല്ല. സന്തോഷം ഫോണിൽ ഞാൻ പറയേണ്ട അവസ്ഥയിലെത്തി. നീ വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യും, ഇത് വരാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്നവർ ആ ഘട്ടത്തിലോട് സന്തോഷം മാറുകയും അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് എല്ലാവരും ഉദാഹരണം പറയാൻ പറ്റത്തില്ല. നമ്മളെല്ലാവരും നല്ല ശ്രമമാണ്. അതുപോലെ നമ്മുടെ സണ്ണി ഡോക്ടർ സണ്ണി, ഞാനവിടെ സണ്ണിയുടെ സണ്ണീത പ്രവർത്തനം ഉള്ള സമയത്തോടെ വന്ന് ഭയങ്കര ശരീരമാകുവാനും ആ സണ്ണീത പ്രവർത്തനം അതൊക്കെ വളരെ മെച്ചമായിരുന്നു. ഇന്നലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൽ വന്നപ്പോൾ അതിൻ്റെ പിന്നീട് ചോദിച്ച് നിങ്ങൾ ഈ താക്കോൽ ആരോടാണ് ചോദിച്ചത് എന്തൊക്കെയാണ് ഞാനൊന്ന് ചേട്ടൻ പറഞ്ഞാൽ അതിൻ്റെ ആശയമൊക്കെയായിരുന്നു. ആശ ടീച്ചറാണ്. ഞങ്ങൾ ആശ ടീച്ചർ ഈ ഗ്രൂപ്പിൻ്റെ ആളല്ലേ. ആ ആശയം അപ്പൊ നമ്മൾ ഈ സ്കൂളിൽ വരുമ്പോൾ സാധാരണ നമ്മുടെ സ്കൂളിൽ പഠിച്ചാൽ നമുക്ക് പരിമിതിയുണ്ട്, മിക്കവാറും ഒരു പരിമിതിയുണ്ട്. അതിന്റെ അപ്പുറം നമുക്ക് കഴിയണം. നമുക്കതല്ല സ്റ്റാഫ് റൂമിൽ കയറി പേരെടുത്ത് പോകാനോ അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ കയറി നിൽക്കാൻ ആശയമുണ്ട്. മേനേജർ അതേ സമയത്ത് അവരുടെ അപ്പാപ്പന്റെ വകയായിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നുള്ളതിൽ അപ്പൊ ഞങ്ങളുടെ സഹപാഠി എന്നുള്ളതിൽ നമുക്ക് നിലനിൽക്കുവാൻ ഈ സ്കൂൾ നമുക്ക് കഴിയുന്നു. അപ്പൊ അങ്ങനെ ആശയപ്പെട്ടുള്ള മുഴുവൻ ആളുകൾ ഇന്നത്തെ ഒരുപാട് ടീച്ചർമാരുണ്ട്, ഒരുപാട് അധ്യാപകർ, ഒരുപാട് സാറന്മാർ എല്ലാവരും നമ്മുടെ മേഖലയിൽ എത്തിയിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ഗുരുക്കന്മാർ തന്ന അറിവും നമ്മുടെ സാറന്മാരുടെ സഹകരണമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കരുതുന്നത് ഇത് ഞാൻ പറയുന്നത് നിങ്ങൾ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നിങ്ങളൊരു തീർത്ഥാടനം നടത്തിയാലും നിങ്ങൾ അല്ലെങ്കിൽ ഒരു ടൂർ നടത്തിയാലും ഈ ഉണ്ടായ ഒരു സമാധാനവും ഒരു ബഹുമാനവും ഒരു സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കില്ല. ഇതിൽ പങ്കെടുക്കാത്ത ഓരോ കൂട്ടുകാർക്കും ഏറ്റവും വലിയ നഷ്ടമാണ് ഇന്ന് സംഭവിച്ചത്. അതിൽ യാതൊരു സംശയം. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ അമ്മയച്ഛൻ നമ്മളെ പ്രസവിച്ച് 1ാം ക്ലാസ്സിൽ ചേർത്തു, നമ്മളെ ഇങ്ങോട്ട് തള്ളിപ്പറഞ്ഞിട്ട് അക്ഷരം പഠിപ്പിക്കാൻ നമ്മളെ ഉപദേശിച്ച് നമ്മളെ നമ്മുടെ അക്ഷരങ്ങൾ ഉപദേശിച്ച് നമ്മളെ നേർവഴിക്ക് നയിച്ച ഈ അച്ഛനും അമ്മയുടെ മുമ്പ് വന്നിരിക്കുവാൻ ഭാഗ്യം കിട്ടുന്നവരാണ്, ഏറ്റവും പുണ്യവന്മാരാണെന്നാണ് ഞാൻ എന്റെ മനസ്സിൽ കാണുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിത്തം നടത്തി തുടർപഠനം നടത്തുവാൻ എനിക്ക് ശേഷിയില്ല. എന്റെ അച്ഛനമ്മ ആ കഴിവില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഇറച്ചി വെട്ടുകാരുടെ മകനായിട്ടാണ് ഇവിടെ വന്നത്. എല്ലാവർക്കും അറിയാം. ഞാൻ സാനിയുടെ 16 വയസ്സ് കഴിയുമ്പോൾ 19 പേര് പ്രത്യേകിച്ച് ലോയി കമലായ ടീച്ചറിന്റെ ഹസ്ബൻഡ് അന്ന് അത്യാവശ്യമൊക്കെ കേട്ടുന്ന വലിയൊരു വ്യാപാരം ബിസിനസ് മുതലാളിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ടീച്ചർ പഠിപ്പിച്ച കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവിടെ കൂടെ കൊണ്ടുവരുന്ന ചുള്ളികളൊക്കെ മാറ്റാനൊക്കെ ചേർത്തും അന്ന് എന്റെ പ്രായമനുസരിച്ച് എനിക്ക് 10 രൂപ പോലും തരാൻ യോഗ്യത. അന്ന് അദ്ദേഹം 15 രൂപ വലിയ ശമ്പളമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അതേപോലെ ടീച്ചർ എനിക്ക് അന്നൊരു ഉടുപ്പ് വാങ്ങിച്ചു തന്നെ ഓർമ്മയുണ്ട്. ആ ടീച്ചർ ഇവിടെ ടീച്ചർ, അതേപോലെ പൊന്നമ്മ ടീച്ചർ എന്ന് പറയുന്നത് മറ്റു ടീച്ചറുമായിട്ട് എന്തുകൊണ്ട് പൊന്നമ്മ ടീച്ചർ എന്റെ ചേച്ചിയുമായിട്ട് ശോഭനയിലാണ് എന്റെ ചേച്ചിയുടെ പേര്. ചേച്ചിയായിട്ട് നല്ല അടുത്ത ടീച്ചറായിരുന്നു പൊന്നമ്മ ടീച്ചർ. ടീച്ചറെ കാരണം വീട് പൊട്ടിപ്പോയപ്പോൾ നമ്മൾ അങ്ങനെ ക്ഷണിക്കാൻ പോയപ്പോൾ ടീച്ചറിന്റെ വീട് എവിടെയാണെന്ന് നമ്മൾ ടീച്ചറിനെ കണ്ടു. അപ്പൊ ടീച്ചറിനെ ക്ഷണിച്ചു. അപ്പൊ ടീച്ചറിന്റെ നമ്മൾ എന്നൊക്കെ അധ്യാപക സാറിന് ടീച്ചർ അവിടെ ഒരു അടുത്തൊരു കടയുണ്ടായിരുന്നു. നമ്മുടെ തേക്കുമാർ നിൽക്കുന്ന അടുത്തൊരു അങ്ങനെ കടയുണ്ട്. ദോശയും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഗോതമ്പ് ദോശയും കഞ്ഞിവെള്ളം കിട്ടുന്ന കടയുണ്ടായിരുന്നു. അവിടുന്ന് പാല് മാറ്റുകൊണ്ട് ടീച്ചറിന് കൊടുക്കും. ടീച്ചർ കൊടുത്ത പാലൊക്കെ എനിക്ക് തരും. അങ്ങനെയൊക്കെ ഞാൻ ടീച്ചറിനെയും അതേപോലെ ടീച്ചർ വന്നിട്ടില്ല. അപ്പൊ ഡൽഹി ടീച്ചർ സാറും വരെ നമുക്ക് നന്നായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരുന്നു. ഏറ്റവും വലിയ മഹത്തായ ഒരു ദിവസമാണ്. അതിൽ ഒരു സംശയമില്ല. ഞാൻ പറയുന്നു, ഞാൻ ഏറ്റവും ഹാപ്പിയാണ്, ഏറ്റവും സന്തോഷമാണ്. ചിലപ്പോൾ ഇന്ന് നമ്മളെ കാര്യം കാണുന്നു, പക്ഷെ ഇതിപ്പോൾ ജീവിതത്തിൽ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഈ വന്നിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാത്തിനും നമുക്ക് നന്നായിട്ട് നമ്മുടെ അധ്യാപകരെല്ലാം കാണാൻ കഴിഞ്ഞാലും എല്ലാവർക്കും സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എല്ലാ അധ്യാപകർക്കും മനസ്സിന്റെ ഭാഷയിൽ ആശംസകളും എല്ലാ വന്ദനങ്ങളും നടത്തുന്നു. എന്റെ ഗുരുക്കന്മാരെയല്ല ഈ ലോകത്ത് ഏറ്റവും വലിയൊരു സ്വത്തായിട്ട് മഹത്വമായിട്ട് കണ്ടുകൊണ്ട് ഇവിടെ പങ്കെടുത്ത സഹപാഠികളുടെ മക്കളുമാരുണ്ട്, വൈഫുണ്ട്, അതായത് മറ്റ് സഹപാഠി ഭർത്താക്കന്മാരെ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾ വന്നതെല്ലാം ഞങ്ങൾ ഏറ്റവും വലിയ മഹത്വമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും DPMSന്റെ 89 കൂട്ടായ്മയുടെ പേരിൽ ആശംസ നടത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവരും അഭിനന്ദനം.
പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് പോയ സിനിമ നടൻ പ്രേംകുമാർ സാർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ സഹപാഠികളും കുടുംബസമേതം ഈ സ്കൂളിൽ വരുവാൻ താല്പര്യം കാണിച്ച എല്ലാ സഹപാഠികൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം ഞങ്ങളെ ഇത്രയും നല്ല രീതിയിൽ അക്ഷരങ്ങൾ പഠിപ്പിച്ച് ഓരോരോ സെഷനിൽ ഓരോ ജോലി നോക്കുവാനായിട്ട് നമ്മളെ പ്രാപ്തരാക്കിയ ടീച്ചേഴ്സ്, സാറന്മാർ, നമ്മളെ കബഡി കളിക്കുവാനും ഗോ കളിക്കുവാനും എല്ലാ സ്പോർട്സ് ആയിട്ട് പഠിപ്പിക്കുവാനും മുൻകൈ എടുത്ത പ്രിയപ്പെട്ട മണി സാർ, എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. നമ്മുടെ 50ാം പിറന്നാളാണ്. നമ്മുടെ 50ാം പിറന്നാളിന് കേക്ക് മുറിക്കുവാനും ബാക്കി പ്രോഗ്രാമുകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ പറയാനുള്ള സമയമില്ല. ഇനി അടുത്ത ഓണ പരിപാടിക്ക് ബാക്കിയുള്ളതെല്ലാം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ആശംസ വാക്കുകളിൽ നിന്നും തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ ഏറ്റവും സ്നേഹമുള്ള അനിയന്മാരെ, അനുജത്തിമാരെ, കുടുംബാംഗങ്ങൾ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. ഒന്ന്, ഈ സ്റ്റേജിൽ ഈ ഗുരുനാഥന്മാരോടൊപ്പം സ്റ്റേജിൽ പങ്കിടാനായിട്ട് എന്നെ കൂടെ പേര് വിളിച്ച് കയറ്റിയിരുന്നു. അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു. രണ്ടാമത്തേത്, ഈ ഒരു പ്രസംഗത്തിന് വേണ്ടി നിങ്ങളൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭാര്യയാണ് ശരിക്കും ഈ ഗ്രൂപ്പിലെ അംഗം, സിമിയുടെ ഭർത്താവെന്ന് നിലയ്ക്ക് ഞാനിതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറി. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സൗഹൃദ കൂട്ടായ്മ എന്താകണം എന്ന് വെള്ളറട പഞ്ചായത്തിലെ BPMHSSനെ ആദ്യമായി പഠിപ്പിച്ച ബാച്ചായിരുന്നു 1989 ബാച്ച്. ഇന്നത് തുടരുന്ന വളരെ ഭംഗിയായി കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് സൗഹൃദ കൂട്ടായ്മകൾ പല പേരും ഈ സ്കൂളിനുണ്ട്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതെല്ലാം ശരിക്കും നിങ്ങളെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങി വെച്ച പ്രോഗ്രാമിന്റെ തുടർച്ചയായിട്ട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അവർ തുടങ്ങിയതും പിന്നെ തുടർന്ന് പോകുന്നതും. എപ്പോഴും ഒരു സൗഹൃദ കൂട്ടായ്മ സചേതനവും സക്രിയവുമാകുന്നത് അതിന്റെ നിരന്തരമായ ഇടപെടലുകളിലൂടെയാണ് എന്ന് ഞാൻ എന്റെ സംഘാടകരോട്, എന്റെ അനിയന്മാരോട് പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അത് ശരിക്കും ഒരു അർഹിക്കുന്ന ആൾക്ക് അർഹിക്കുന്ന സമയത്ത് അർഹിക്കുന്ന സഹായം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ലോകം പണ്ട് ഉണ്ണികൃഷ്ണൻ സാറും നമ്മളെ പണ്ട് പഠിപ്പിച്ചതുപോലെ അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിന്റെ രംഗങ്ങളുണ്ട്, ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്തിനും കഥയെന്ന് കണ്ടു. നമ്മളൊന്നും കണ്ടിട്ടില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത് നിൽക്കുമ്പോൾ രണ്ടുപേരെ നോക്കാൻ അക്ഷരമുണ്ടാകുമ്പോൾ അരൂപനായ ഈശ്വരനെ അങ്ങ് വിട്ടേക്കുകയാണ്. ബൈബിളിൽ അതിന് തുല്യമായൊരു വചനമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പാത്രത്തിന്റെ അകവശം വൃത്തിയാക്കുക, പുറം തനിയെ വൃത്തിയായിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് നന്മയുണ്ടെങ്കിൽ ആ നന്മ മറ്റുള്ളവരിലേക്ക് പകരാൻ പറ്റുവാണെങ്കിലും അതിനേക്കാൾ വലിയ പുണ്യമില്ല, അതിനേക്കാൾ വലിയ സേവനമില്ല. അത് നമ്മളെക്കാൾ, എന്റെ ബാച്ചിനേക്കാൾ 6 വർഷം താഴെ നിങ്ങൾ എത്രയോ നേരത്തെ പ്രാവർത്തികമാക്കി അത് വളരെ ഭംഗിയായി കർമ്മപഥത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഒരു വിളിക്ക് കാത്തിരുന്ന നമ്മുടെ അധ്യാപകർ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. എന്നും രാവിലെ 5 മണിക്കും 6 മണിക്കൂടൊക്കെ നിരന്തരം ഞാൻ നേരിട്ട് കാണുന്ന പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. റിപ്പോർട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടായാലും എല്ലാ ദിവസവും ഞങ്ങൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യാറുണ്ട്. സാറിന്റെ റിപ്പോർട്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ കൂടെയൊക്കെ ഒരു ഭാഗമാകാനും അതിൽ ഇങ്ങനെ ബഹുമാനിക്കപ്പെടാനുള്ള അർത്ഥം കൊണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
എന്നാലും ഇതിന്റെ കൂടെ നടക്കാനൊക്കെ ഒരു അവസരം തന്നതിന് ഇതിന്റെ എല്ലാ സംഘടകരോടും അന്യന്മാരോട് അനുജതിമാരോട് ഇനിയും നിങ്ങളുടെ കർമ്മപഥത്തിൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് മുന്നേറാൻ പറ്റട്ടെ. എല്ലാവർക്കും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടെ നിൽക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ 50-ാം പിറന്നാളിന് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റട്ടെ. അത് ഇനിയും നന്നായി തന്നെ നടക്കാൻ പറ്റട്ടെ. വളരെ സചേതനമായിരുന്ന നേരത്തെ പറഞ്ഞ നേതൃത്വം നിങ്ങൾക്കുണ്ട്. ആ നേതൃത്വത്തിൽ ഇനിയും പുതിയ പുതിയ ആൾക്കാർ വരട്ടെ. എല്ലാവരും ഒരുപോലെ തന്നെ ഒരേ മനസ്സോടുകൂടി ഈ ഗ്രൂപ്പിനെ മുമ്പോട്ട് നയിക്കട്ടെ. അതൊക്കെ കണ്ടു നിറയാൻ സർവേശ്വരൻ ഞങ്ങൾക്കും ഇനി പല വർഷങ്ങളിലൂടെ എനിക്കും ജയദേവനെ പോലെ ഉള്ള ഈ ഗ്രൂപ്പിലെ കുറച്ച് സീനിയറായ ആൾക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ പ്രാർത്ഥനകളും എല്ലാ നന്മകളും എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും. താങ്ക് യു. വിഭാഗങ്ങളെ സഹപാഠികളെ എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എൻ്റെ പ്രിയപ്പെട്ട സഹപാഠികൾക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. വയസ്സായി എന്ന് സമ്മതിക്കാൻ മടിയുള്ള ആളാണ് ഞാൻ. ഗൗരി ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നവിടെ മനസ്സിൽ എന്തും ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കാറുമുണ്ട്. പിന്നെ നമ്മൾ ആൺ സുഹൃത്തുക്കൾക്കാണ് ഇടയ്ക്കിടയ്ക്ക് 50 വയസ്സായി നമ്മളെ ഓർമ്മിപ്പിക്കാറ്. അതൊരു ബോറായിട്ടാണ് തോന്നുന്നത്. അടുത്തത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രോഗ്രാമിന്റെ അധ്യക്ഷയും ഗ്രൂപ്പ് ചെയർപേഴ്സണുമായ ശ്രീമതി GK സിന്ധുവിനും വൈസ് ചെയർപേഴ്സൺ ആയ സിനിക്കും സൗഹൃദം 89-ന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും പ്രമുഖ ചലച്ചിത്ര നടനുമായ ശ്രീ പ്രേംകുമാർ സാറിന് സൗഹൃദം 89-ന്റെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. മുഖ്യ സന്ദേശം നൽകുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എത്തിച്ചേരാം എന്ന് അറിയിച്ചിരുന്ന നമ്മുടെ ഗുരുനാഥൻ ശ്രീ KV രാജേന്ദ്രൻ സാറിന് വിനയ പുരസ്സരം നന്ദി അറിയിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം അർപ്പിച്ച നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ V സന്തോഷ് കുമാറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. വെറുമൊരു നന്ദി വാക്കിൽ ഒതുക്കാവുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രോഗ്രാം വൻ വിജയമാക്കാൻ അദ്ദേഹം നന്നേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സന്തോഷിന് സൗഹൃദം 89-ന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇവിടെ ആശംസകൾ അർപ്പിച്ച നമ്മുടെ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പാൾ കൂടിയായ ശ്രീമതി അപർണ ടീച്ചർക്കും ബഹുമാനപ്പെട്ട HM ശ്രീമതി നന്ദിനി ടീച്ചർക്കും ഗ്രൂപ്പിന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. നിർഭാഗ്യവശാൽ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും സൗഹൃദം 89-ന്റെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അടുത്തതായി സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനറായ ശ്രീ വിഴിഞ്ഞം സ്റ്റാൻലി സൗഹൃദം 89-ന്റെ രക്ഷാധികാരിയായ N സെൽവരാജ്, ഗ്രൂപ്പിന്റെ കൺവീനർ മോഹനചന്ദ്രൻ, ജോയിന്റ് കൺവീനർ സക്രിയ, സബ് കമ്മിറ്റി കൺവീനർ ഷിബു എന്നിവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. അടുത്തതായി പ്രിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും സ്വാഗത സംഘം അംഗങ്ങൾക്കും സബ് കമ്മിറ്റി ഭാരവാഹികൾക്കും ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. എല്ലാത്തിലുപരി അധ്യാപകർക്കും ഗ്രൂപ്പ് അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവതാരകരായി വന്ന നമ്മുടെ സഹപാഠി ശ്രീകണ്ഠനും ഭാര്യ ദീപ്തിക്കും സൗഹൃദം 1989-ന്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ എത്തിയിട്ടുള്ളവർക്കും അതിന്റെ അവതരണത്തിനായി അവതാരകരായി എത്തിയിരിക്കുന്ന നമ്മുടെ സഹപാഠികളുടെ മക്കൾ ആതിരയ്ക്കും സുജിതയ്ക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം നടത്തുവാൻ സ്കൂൾ അനുവദിച്ചു തന്ന സ്കൂൾ മാനേജ്മെന്റിന് സൗഹൃദം 89-ന്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ്.
നന്ദി, നമസ്കാരം. ഒരു ചിക് 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 ചിറകിൽ മഴവില്ലുവിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ഹേ കുക്കു കുക്കു കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ. ഒരു ചിക് 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 ചിറകിൽ മഴവില്ലുവിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ഹേ കുക്കു കുക്കു കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ. നിൻ പാട്ടിനു കൂട്ടിനു പോരാം, കുളിർ മുത്തുകൾ വാരി വിതയ്ക്കാം, ഈ നീല നിലാവിനു നേരാം ശുക്രിയ ശുക്രിയ ശുക്രിയ. ഒരു ചിക് 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 ചിറകിൽ മഴവില്ലുവിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. ആക്ച്വലി ബോറാവുമ്പോൾ മോഡേൺ ലൈഫ് ശുക്രിയ. ജോക്കല്ലി ഫൂളാവുമ്പോൾ ക്യാമ്പസ് ലവ് ബൈ ബൈ ശുക്രിയ ശുക്രിയ ഹോയ് ശുക്രിയ ശുക്രിയ. ആക്ച്വലി ബോറാവുമ്പോൾ മോഡേൺ ലൈഫ് ശുക്രിയ. ജോക്കല്ലി ഫൂളാവുമ്പോൾ ക്യാമ്പസ് ലവ് ബൈ ബൈ ശുക്രിയ 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 ശുക്രിയ. എക്സാമായ സർക്കാരിൻ ലോഡ് ഷെഡിങ്ങിന് ശുക്രിയ. വേനൽ വന്നാൽ വെയിൽ കായും വാട്ടർ ടാപ്പിന് ശുക്രിയ ശുക്രിയ. ഒരു ചിക് 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 ചിറകിൽ മഴവില്ല് വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. करूं मंगल होगा मेरी बहना बाय बाय शुक्रिया 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 शुक्रिया. कादलन नेरिल बंदेन केनल सारे शुक्रिया. क्या करूं मंगल होगा मेरी बहना बाय बाय शुक्रिया 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 शुक्रिया. തീശിപ്പോയാൽ ഫ്ലാറ്റാകും ചോപറ്റായന ശുക്രിയ. തിന്നാൻ വയ്യായൻ വയ്യ ഡയബറ്റിക്കായി ശുക്രിയ. ഒരു ചിക് 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 ചിറകിൽ മഴവില്ല് വിരിക്കും മനസ്സേ ശുക്രിയ ശുക്രിയ. കുക്കു കുക്കു കുറുകി കുഴലൂതി പാടും കുയിലേ ശുക്രിയ ശുക്രിയ. നിൻ പാട്ട്
പാട്ടിന് കൂട്ടിനു പോരാം കുളിർമുത്തുകൾ വാരി വിതയ്ക്കാം ഈ നീല നിലാവിനു നേരാം ശുക്രിയ 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 കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതടി തുളുമ്പാതടി തമ്പുരാട്ടി കൊഞ്ചാതടി കുണുങ്ങാതടി കുറുമ്പുകാരി നെഞ്ചിലൊരു കുഞ്ഞിളം തുമ്പി പെണ്ണോ തുള്ളുന്നു ചെല്ലച്ചെറു ചിങ്കിരിപ്പൂവായി താളം തുള്ളുന്നു ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ല കഥ ചൊല്ലാതെടിയോലവാലി വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി മിനുമിനുങ്ങണ കണ്ണി കുഞ്ഞു മിന്നാമിന്നികളാണു തുടി തുടിക്കണ നെഞ്ചിൽ നല്ല തൂവാൽ മൈനകളാണോ ഏലമലക്കാവിൽ ഉത്സവമായോ നീല നീല പെണ്ണേ അമ്മാനമാടി വരൂ പൂങ്കാറ്റേ നിന്നോമലൂയലിൽ ഞാനാടിടാം മാനേ പൂന്തേനെ നിന്നെ കളിയാക്കാൻ പൊന്നാതിര കോച്ചും ചെറുകാണാക്കുയിൽ പാടി ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ ഇല്ല കഥ ചൊല്ലാതെടിയോലവാലി വേണ്ടാത്തതു മിണ്ടാതെടി കൂട്ടുകാരി കരിമഷിക്കണ്ണൊന്നെഴുതാൻ പുഴ കണ്ണാടിയായി നോക്കി കൊലുസുകൾ കൊഞ്ചിച്ചണിയാൻ നല്ല മുത്താരവും തേടി പൂവനിയിൽ മേയും പൊന്മകളെ നിൻ പൊന്നിതളായി ഞാനും കുമ്പാളക്കുമ്പിളിലെ തേൻ തായോ തൂവാനത്തുമ്പികളെ നീ വായോ ദൂരെ നിന്നോരം തിങ്കൾ പൊലിയാറാം എന്നുള്ളിൽ കുളിരാർന്നൊരു മോഹം വിരിയാറാം കാട്ടുകുന്നിലെ തെങ്ങിലെ തേൻകരിക്കിലെ തുള്ളി പോൽ തുള്ളാതെ